good morning, rise and shine. Butterfly, butterfly, butterfly. Good morning, good morning, good morning. Where are you going? Good morning, പറയട്ടെ, good morning പറയ്. Good morning. ഗൈസ്, അപ്പൊ നിങ്ങളെല്ലാം അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടാളും രാവിലത്തെ എണീറ്റിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് ഇപ്പൊ ഇതാട്ടോ, ഈ സാധനം. ഗൈസ്, ഈ വീട്ടിലേക്ക് വന്ന മുതൽ ചെമ്മനോ പറഞ്ഞു നമ്മൾ ഫ്രിഡ്ജ് മാറണം, കാരണം ഇവിടെ പറ്റിയ ഒരു ഫ്രിഡ്ജ് അല്ല. സോ നമ്മൾ എന്തായാലും അത് ഇന്ന് അങ്ങ് തീർക്കാൻ പാടുന്ന പോയി നോക്കിയിട്ട് നല്ലൊരു കിണ്ണം കാഴ്ചയില്ലേ ഒരു വെറൈറ്റി ടൈപ്പ് ഫ്രിഡ്ജ് നമ്മൾ വാങ്ങും. ഗൈസ്, അപ്പൊ ഇന്നലെ ഞാൻ പോയിട്ട് ഇതാക്കണം, ഇതിന്റെ AC-ന്റെ ഫിൽറ്റർ ഒക്കെ ഉണ്ട് അവിടെ. സോ അത് രണ്ടെണ്ണം മാറ്റി, അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ഇട്ടാലും നല്ല അടിപൊളി AC ഭയങ്കര ഫാസ്റ്റിൽ കിട്ടുന്നുണ്ട്. ഗൈസ്, നമ്മൾ മിനിക്കുട്ടിനെയും കൊണ്ട് പോവാണ്. കുഞ്ഞു, നമുക്ക് ഡ്രൈവ് ചെയ്യണോ? എന്നാ ഡ്രൈവ് ചെയ്തോ. നമ്മളുടെ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. യെസ്, അതിന്റെ എല്ലാ ഡോറും തുറക്കും. ഗൈസ്, സെറ്റപ്പ് സാധന. ബാറ്ററിയാണോ? ബാറ്ററിയാണ്. അതിന്റെ ബോണറ്റ് വർക്ക് മൊത്തം തുറക്കും. സെറ്റ് അല്ലേ? നല്ല അടിപൊളിയായിട്ട് കാണാൻ വേറെ ലുക്കാണ്. ഓരോ സൗണ്ട് ഉണ്ടാക്കും. ഡോർ അടിച്ച് തുറന്നു നോക്കി. ഇത് ബാക്കോട്ട് വെച്ച് മുമ്പോട്ട് പോകും. യെസ്. അപ്പൊ നമ്മൾ സാധനം എടുക്കുകയാണെങ്കിൽ കുറച്ച് വലുതായിട്ട് എടുക്കുക, കുറച്ച് ഫ്യൂച്ചറിസ്റ്റ് സാധനങ്ങൾ എടുക്കുക. സോ എന്തായാലും നമുക്ക് വേറൊരു വണ്ടി വിളിക്കണം. വേറെ വണ്ടി വിളിച്ചാലേ കൊണ്ടുവരില്ല, നമ്മളെ മിനിയിൽ കേറത്തില്ലല്ലോ. സോ ലെറ്റ്സ് ഗോ. ഇപ്പൊ നമ്മള് പനമ്പള്ളി നഗറിലേക്ക് അവിടേക്കാണ് പോന്നിക്ക. നമ്മൾ ഏതായാലും ഫ്രിഡ്ജ് മേടിക്കാൻ പോവാ. ഞാൻ ഈ വീഡിയോയിൽ കണ്ട് മിനി വാഷിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്റെ റൂമിലത്തെ ഡ്രസ്സൊക്കെ എനിക്ക് അതിലിട്ടാ മതിയല്ലോ. താഴോട്ട് വരെ വന്നിട്ട് ഞാൻ മെഷീനിൽ ഇടണോ? ചെറിയ വാഷിംഗ് മെഷീൻ, നോർമൽ, വേറെ ഭയങ്കരമായിട്ടുള്ളതൊന്നും വേണ്ട. ഗൈസ്, അപ്പൊ ഇതാക്കണം നമ്മള് IFB പോയിന്റിൽ എത്തിട്ടോ, പനമ്പള്ളില്ല. സോ ഞങ്ങൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്. ഞാൻ ഇവിടെ തരം വരാൻ കാരണം വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്രിഡ്ജ് കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവള് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ അറിയാണ്ട് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിത്ത് ഫോട്ടോ അടക്കം എന്റെ ഫോണിലേക്ക് വരും. ഗൈസ്, ക്യാമറ എന്തായാലും നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ഗൈസ്, ഓക്കെ. ഗൈസ്, ഇപ്പൊ IFB-ന്റെ പ്രത്യേകത ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങാൻ പോണ ഫ്രിഡ്ജും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. സോ കുഞ്ഞു കയറി പോയിട്ടുണ്ട്, ഞാനോട് പോട്ടെ, അല്ലെങ്കിൽ അവള് ഓവർ പൈസ പൊട്ടിക്കും. യെസ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ. സോ നമ്മളിവിടെ കുറെ സാധനം കളർഫുൾ ആണല്ലോ ഞങ്ങളെ. ഓക്കെ, കുഞ്ഞു ഇരിക്കോ, നമ്മൾ ഫ്രിഡ്ജ് നോക്കി എടുക്കുന്നതാണ്. ഓക്കെ, ചേട്ടൻ എന്താക്കണ വെള്ളമൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഇപ്പൊ ശിവബ്രോ എടുത്തിട്ടുണ്ട്. ഹായ് ബ്രോ. സോ മച്ചാനാണ് നമ്മളെ ഫ്രിഡ്ജ് ഒക്കെ സെലക്ട് ചെയ്യാൻ. ബ്രോ, നമുക്കൊരു അടിപൊളി കിടുക്കൻ ഫ്രിഡ്ജ് വേണം. കുറെ കാലം ഫ്രിഡ്ജ് മാറ്റില്ല ഞങ്ങളെ. അതെ, ഒരു വെറൈറ്റി സാധനമാണ്. ഉണ്ടോ? റൈറ്റ് സ്ഥലത്താണ്. ഇവിടെ നമ്മള് ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രിഡ്ജസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇന്ത്യത്തെ ബെസ്റ്റ് ഫ്രിഡ്ജസ് നമ്മൾ നോക്കാം എന്തൊക്കെയാണ് സംഭവം. ഈ സൈഡ് വരും സർ. ഗൈസ്, അപ്പൊ കുഞ്ഞിതാക്കണ അവിടെ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ഞാനിവിടെ വന്നപ്പോ എന്റെ കണ്ണുപെട്ട സാധനം, എന്റെ മോനെ കുഞ്ഞു, ഈ സാധനം ഇത് ഞാൻ വേറെ അടി കണ്ടില്ല കേട്ടോ. കുഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഭംഗി. പിന്നെ ഇതാക്കണ ഇവിടെ വേറെ ഓ, അത് ഓപ്പൺ ആക്കിയ എടാ, നമുക്ക് സീനാണ്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതെ എല്ലാം അങ്ങ് ക്ലീൻ ആക്കാൻ അടിപൊളി. ഇങ്ങനത്തെ എന്തായാലും നമുക്കൊന്ന് എന്തായാലും ആവശ്യമാണ്. പിന്നെ ഇതാക്കണ ഓവൻ, ഞങ്ങളെ ഓവൻ കേടായിട്ടോ. സോ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഓവൻ പിന്നെ അത് AC പിന്നെ നമ്മളോട് ഓൾറെഡി ഉണ്ട്. ബട്ട് ഇവിടെ AC ഉണ്ട്. IFB-ൽ കുറെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻസിൽ മാത്രമാണെന്ന്. പക്ഷെ അങ്ങനല്ല, എല്ലാ ടൈപ്പ് ഹോം അപ്ലയൻസും ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്കിനി നമ്മൾ വന്നത് ഫ്രിഡ്ജ്. അപ്പൊ ഇനി ബ്രോ നമുക്ക് ഇതാണ് ഇപ്പൊ നമുക്ക് പറ്റും. ഓക്കെ. അപ്പം എന്താണ് ഇതിന്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്? ഇതെന്താ സംഭവം? ഓപ്പൺ ആക്കാൻ സാധനം എടുക്കും. ഇതിപ്പോ എന്താ സംഭവം? ഇതാണ് യൂസർ ഇന്റർഫേസ്. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ഇൻ ഇന്ത്യ ആണ്. പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഇത്ര ലോങ്സ്റ്റ് ആയിട്ട് യൂസർ ഇന്റർഫേസ്. ആൻഡ് ഇത് ഡിജിറ്റൽ ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടില്ല വേറെ എവിടെ. ബെസ്റ്റ് നിങ്ങൾക്ക് ഐസ്ക്രീം, മിഡിൽ ഫ്രീസ്, പവർ സേവിംഗ് മോഡ്, ടർബോ കൂള്, പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതായത് നിനക്കുള്ള ലോക്ക്. ഓക്കെ, ഐസ്ക്രീം മോഡ് അത് നമുക്ക് അത്യാവശ്യം അല്ലേ? അത് അത്യാവശ്യമാണ്. സോ നമുക്കൊന്ന് തുറന്നു കണ്ടാലോ? ആദ്യം നമുക്ക് മുകളിലത്ത് തുറക്കാം. ഫ്രീസർ. ഓ,
LED ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കൂൾ വിഷൻ അല്ലേ. അതായത് അല്ലെങ്കിൽ ചിലതിൽ വാമായിരിക്കും, അപ്പൊ നമുക്ക് ഭയങ്കര ബോറായിരിക്കും കാണാൻ. സോ ഇത് ഭയങ്കര സെറ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാ ഇതിന്റെ അടിയിലോട്ട് ഐസ് വരും, നമ്മളിങ്ങനെ ആക്കുമ്പോ ഐസ് ആക്കുമ്പോ. ഓ അപ്പൊ എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ 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 അത് കൊള്ളാം. ഓക്കെ ഇതാണ് സ്റ്റോറേജ് സ്പേസ് അല്ലേ. ഓക്കെ ഓക്കെ ഇതാണ് ഓക്കെ ഓക്കെ. ക്യാമറ അതായത് ആവശ്യമാണ്, ആർക്കും കാണാൻ പറ്റാത്ത നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ എവിടെയും കാണാൻ പറ്റാത്ത പുതിയ സംഭവം ഉണ്ട് നമുക്ക്. ക്യാമറ ഇതാണ് നമ്മളുടെ ക്യാമറ കേട്ടോ. ക്യാമറ എന്തിനാണ് ഞാൻ പറഞ്ഞത്. ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഓരോന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അത് ഞാൻ അറിയാണ്ട് നൈറ്റ് വന്ന് സ്നൈസിൽ എടുത്ത് കഴിക്കുന്നവരെ പിടിക്കാനാണ് ക്യാമറ. എന്റെ ഫോണിലേക്ക് ഇവരുടെ ആപ്പ് മെസ്സേജ് വരിക, ഫോട്ടോ അടക്കം വരെ അത് എടുക്കുന്നവരുടെ. അപ്പൊ നിങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കാൻ മനസ്സിലായി. ഒരു സെക്കൻഡിന് മോർ ദാൻ 15 ഫോട്ടോസ് എടുത്തിട്ട് ബെസ്റ്റ് 3 ആണ് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അയച്ചത്. അത് കൊള്ളാം. എടുക്കാൻ വേണമെങ്കിൽ സെൽഫി എടുക്കാം. ഗൈസ് അപ്പോൾ അതൊക്കെ ഡുവൽ കൺവേർട്ടബിൾ ആണ് ഈ സംഭവം വരുന്നത്. അതായത് നമുക്കിത് മൊത്തം ഫ്രിഡ്ജ് ആക്കി ഫ്രീസർ ഒഴിവാക്കിയിട്ട് മൊത്തം വേണമെങ്കിൽ ഫ്രിഡ്ജ് ആക്കി മാറ്റല്ലേ. അങ്ങനെ തണുപ്പും കൂട്ടാൻ പറ്റും. ഓക്കെ ഓക്കെ അത് നൈസാണ്. 3+1 ട്രേ, 4 ട്രേസ്. നമ്മൾ ചില സമയത്ത് ഭക്ഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെൽ ഒക്കെ ഓർഡർ കളയാനാണ് ഡിയോഡറൈസർ. യൂസ് ചെയ്ത കളറും ബ്ലൂ കളറാണ്. എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന് ഇഷ്ടമുള്ള കളറാണ്. മെറ്റൽ കൂൾ പറഞ്ഞാൽ പവർ കട്ട്സ് വന്നു കഴിഞ്ഞാൽ ഉള്ളിലത്തെ നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളിംഗ് റിട്ടൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്. സൈഡ്സിലെ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. വർക്ക് ആകുമ്പോൾ അത് തണുത്തെടുക്കും. പവർ കട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തണുപ്പ് ഉള്ളിലോട്ട്. സോ ഫുഡിന് പ്രശ്നം എന്ന് പറയും. ഒരു ഫ്രിഡ്ജിൽ ഇത്രയും കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ വീട്ടിലെ തുറക്കുക ഈ ഫ്രിഡ്ജ് നല്ല ഫ്രിഡ്ജാണ്. നമുക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അല്ലേ. അങ്ങനെ നല്ല സാധനം നല്ലൊരു എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അങ്ങനത്തെ സാധനമാണ്. ഇത് ഡെയിലി സോൺ ആണ്. നമുക്ക് ചീസ് അല്ലെങ്കിൽ ചീസ് സ്പ്രെഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. ഇത് ലിഡ് ഉണ്ട്. അതിനകത്ത് വേറെ ഓർഡേഴ്സ് അതൊന്നും ക്യാച്ച് ചെയ്യില്ല. മിൽക്ക് പ്രോഡക്ട്സ് അല്ലേ. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ലാർജ് സ്പേസ് ആണ്. ഇവിടെ യൂട്ടിലിറ്റി ബിൻ ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ലേഡീസ് നെയിൽ പോളിഷ് അങ്ങനത്തെ കാര്യങ്ങൾ മിക്സ് ചെയ്യണ്ട. അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ആണെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ്ലി വെക്കാൻ പറ്റും. യൂഷ്വലി ഫ്രിഡ്ജസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മിക്സ് ചെയ്ത് വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ആണ്. നമുക്ക് 2.25 ലിറ്റർ ബോട്ടിൽസ് വെക്കാൻ പറ്റും. വലിയ ബോട്ടിൽസ് വെക്കാൻ പറ്റും. നമ്മളവിടെ അത് കഴിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാറാണ്, ചെരിച്ച് വെക്കാറാണ്. ഗൈസ് പിന്നെ ഇതിൽ സറൗണ്ട് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അത് എന്താണ് ജസ്റ്റ് ഒന്ന് അതെങ്ങനെയാണ്? നമ്മൾ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രിന്ന് എല്ലാ സൈഡിൽ നിന്ന് കൂളിംഗ് കിട്ടും. ഫുഡ് ഒന്നും കേടാവില്ല. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ കേടാവില്ല. അതിന് വേണ്ടി 360 ഡിഗ്രി സറൗണ്ട് കൂൾ സിസ്റ്റം, സറൗണ്ട് കൂളിംഗ് സിസ്റ്റം. ഓക്കെ അത് സാധാരണ നോർമൽ ഫ്രിഡ്ജുകൾ ബാക്ക് മാത്രമേ സെന്ററിൽ മാത്രമേ. എല്ലാ സൈഡിലും എപ്പോഴും ഫ്രഷ് ആയിരിക്കും. എല്ലാ സൈഡും നല്ല കൂളിംഗ്. ഓക്കെ ദാറ്റ്സ് കൂൾ. കുഞ്ഞോ അപ്പം ഇതെന്താ നമുക്ക് അറിയാം. അതായത് രണ്ടും കൂടെ ഫ്രൂട്ട്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിലേക്ക് ആക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾ ആക്കുകയാണെങ്കിൽ വെജിറ്റബിളിലേക്ക് ആക്കാം. അപ്പൊ ഇത് എന്താ ഹണികോം സ്ട്രക്ചർ എന്ന് വെച്ചാൽ അപ്പൊ ഇതില് ഈർപ്പം വെള്ളം വന്നു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഒക്കെ ഇവിടെ ക്യാപ്ചർ ചെയ്യും. അത് താഴോട്ട് വീഴില്ല. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് അതുണ്ടാവില്ല. ഓക്കെ ഗൈസ് ഇപ്പൊ എല്ലായിടത്തും AI ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രിഡ്ജിലും അതുണ്ട്. ഇതിന്റെ പേര് സ്മാർട്ട് സെൻസ് ഇല്ലേ. സ്മാർട്ട് സെൻസ് പറഞ്ഞൊരു കിട്ടില്ല ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഞാൻ അതും കൂടി പറഞ്ഞത്. സോ നമുക്ക് സ്മാർട്ട് സെൻസിന്റെ ഫീച്ചർ ഉണ്ട് ഇവിടെ. ഇതെന്താ ചെയ്യാ വച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സിലേക്ക് ടെക്സ്ചർ സെൻസ് ചെയ്യും. അതിന്റെ ടെക്സ്ചർ ഫ്രൂട്ട്സ് സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. ഓ ഗൈസ് ഇത് സാധനം കൊള്ളട്ടെ. അതായത് നമ്മൾ വെക്കുന്ന ഫ്രൂട്ട്സിന്റെ ടെക്സ്ചർ എത്ര തണുപ്പ് വേണോ ടെമ്പറേച്ചർ ടെക്സ്ചർ സെൻസ് ചെയ്തിട്ട് അത് ചേഞ്ചസ് ചെയ്യും. കൊറേ സാധനങ്ങളുണ്ടല്ലോ ഇതില്. ഇതൊരു വലിയൊരു ബുക്ക് വാങ്ങി പഠിക്കണല്ലോ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യണല്ലേ. ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങണേ എങ്ങനെയായാലും നമുക്ക് ഒരു 1.5 ലക്ഷം റുപ്യന്റെ ഒക്കെ വരും. പക്ഷെ ഈ സാധനം കിട്ടുന്നത് നല്ലൊരു നോർമൽ പ്രൈസിനാണ്. നോർമൽ പ്രൈസ്, വാല്യൂ ഫോർ മണി കിട്ടിക്കുന്ന സാധനം. സോ അങ്ങനെ ഞങ്ങൾ ആ ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന സഹോദരങ്ങളെ. സോ മാഡമിന് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് നമുക്ക്. ഇത് സർപ്രൈസ് നമുക്ക് ഒരു കോntest നടക്കുന്നുണ്ട്. ഇതിൽ മാഡമിന് ഒരു ആക്റ്റീവ കിട്ടും. വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോൺ ഇസ് ദേർ. ഓ ഗൈസ് ഐഫോൺ ആക്റ്റീവ ഗോൾഡ് കോയിൻസ് ആർ ഓൾസോ ദേർ. ഓക്കേ ഓക്കേ ഓക്കേ. ഇത് മാർച്ച് 31-ാം തീയതി അല്ലേ അതിലൂടെ ഇരിക്കുന്നത് കോൺടെസ്റ്റ്. ഇത് ഫിൽ ചെയ്ത് അവിടെ ഒരു ബോക്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടില്. അവിടെ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ ചെയ്താൽ
നിങ്ങൾക്ക് ഇതിലെങ്ങനെ പങ്കെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ IFB പോയിന്റിൽ വരെ, അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മെഷീൻസ് പർച്ചേസ് ചെയ്ത് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇതാക്കണം, ഈ സാധനത്തിൽ ഇടണം. ഓക്കെ, ഇതിലിടണം. അത് മാത്രമല്ല, നിങ്ങൾ ഇതാക്കണം, ഇതിന്റെ ഒപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് IFB പോയിന്റ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അത്ര മാത്രം അല്ലെ, #, മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾ ഇതിൽ ഓൾറെഡി ഇന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ എന്തായാലും വിൻ ചെയ്യാം. ലവിഞ്ഞോ സോ ഇവിടെ ഐശ്വര്യമായിട്ടോ. ഒന്നും കൂടി നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. യെസ്, ഇട്ടോളൂ. കിട്ടട്ടെ ഗൈസ്, ഒരു ഐഫോൺ തന്നെ കിട്ടട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഓൾറെഡി കൺഫേം ചെയ്ത് ബില്ലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് എത്തിച്ചൊരു സാധനം. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ കുഞ്ഞാളെ ക്യാമറിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒന്ന് ഇവിടെ എടുക്കണ കാണും. രണ്ടാമത് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ലാസ്റ്റ് എപ്പോഴാണോ ഫ്രിഡ്ജ് തുറന്നത് അപ്പം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഒരു 40ഓളം ഫോട്ടോ ഉണ്ട്. അതിൽ ബെസ്റ്റ് ഫോട്ടോ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് നമ്മളുടെ ഫോണിലേക്ക് എത്തിക്കും. സോ നമുക്ക് എപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിൽ ലാസ്റ്റ് ടൈം എന്താണുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് ഷോപ്പിംഗ് പോകുമ്പോൾ എന്താണ് ഓർമ്മ ഉണ്ടാവും. ഒരുപാട് അപ്പൊ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. സോ ഗൈസ്, അപ്പോൾ എനിക്ക് നല്ലൊരു കിടക്കാച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റ് ഏതാ നോക്കുക. ഞാനിപ്പോൾ പനമ്പള്ളിയിലാണ് വന്നത്. സോ ഓവറോൾ ഒരു കേരളത്തിന് ഒരുപാട് ഒരു 20-ൽ കൂടുതൽ എന്താ പറയുക ഷോറൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ നോക്കുക, സെർച്ച് ചെയ്യുക, പോവുക, അടിപൊളിയായിരിക്കും. പ്രൈസ് ഗൈസ് കിടക്കാൻ പറയാം. ഞങ്ങൾക്ക് ലക്ഷത്തിന് മുകളിലില്ല, ഒന്നുമില്ല ഗൈസ്. നിങ്ങൾ ജസ്റ്റ് പോയി ചോദിച്ചേക്ക, കിണ്ണം കഴിച്ച പ്രൈസാ. ട്രസ്റ്റ് മീ. ഓക്കെ, കിട്ടിക്കാച്ച് ഞാൻ 100% ഗ്യാരണ്ടി തരാം. കൊടുക്കണ പൈസക്കുള്ള സാധനം ഉണ്ട് ഗൈസ്. ഒരുപാട് ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഉള്ള സാധനം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.